അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ, പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഭിന്നിപ്പുണ്ടാക്കി സമസ്തയിൽ നിന്ന് ഉസ്താദുമാരെ ധിക്കരിച്ച് സമസ്ത രണ്ടാക്കി കണ്ണിയത്ത് ഉസ്താദിനെ ധിക്കരിച്ച AP വിഭാഗത്തിൽപ്പെട്ട വാപ്പുട്ടി ദാരിമി എന്ന ഒരു സഹോദരൻ വലിയ ഒരു നുണയുമായി രംഗത്ത് വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് കേൾക്കൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കാരണം മൂപ്പര് കടന്നു പറഞ്ഞു പോയി നൂരിശ കാഫിറാണ് എന്ന് വരെ പറഞ്ഞു. എന്താണ് ദാരിമി ഈ പറയുന്നത്? പാലാഴി സംഭവവും കണ്ണിയത്ത് ഉസ്താദിൻ്റെ നൂരിശ തങ്ങളുമായിട്ടുള്ള ബന്ധവും റഹിമഹുല്ല അറിയില്ലെങ്കിൽ പറയരുത്. എന്ത് പറഞ്ഞാലും അണ്ണാക്കിൽ തൊടാതെ വിഴുങ്ങാൻ അണികളുണ്ട് എന്ന് കരുതി നുണ പറയരുത്. എന്താണ് ദാരിമി പാലാഴിയിൽ നടന്നത്? ചുരുക്കി ഞാൻ വിവരിക്കാം. തർക്കം ശക്തമായപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കുന്ന മുറിയിലേക്ക് നാട്ടുകാരെ കൊണ്ടുപോയി. കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യനും സമസ്ത മുഷാവറ അംഗവും സിൽസില നൂരിയയുടെ വക്താവുമായിരുന്ന മുണ്ടമ്പറ ഉണ്ണിമോയിൻ ഹാജി കണ്ണിയത്ത് ഉസ്താദിൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. EK അസം മുസ്ലിയാർ എഴുതിക്കൊണ്ടുവന്ന ഒരു വാറോല വായിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞല്ലോ EK അസം മൂല്യരാണ് ആദ്യം അത് വന്നത്. അപ്പോൾ ത്വരീഖത്തുകാർ പറഞ്ഞു മൂപ്പര് മറുപടി പറയണ്ട, പിന്നെ ആരാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണിയത്ത് മതിയെന്ന്. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മുമ്പിൽ അസമോലിയാർ കൊണ്ടുവന്ന വലിയ വാറോല, ആ വാറോല വായിക്കാണ്. ആദ്യമായി അസമുസ്ലിയാർ വായിക്കാണ്, നൂരിഷ ത്വരീഖത്തുകാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് അർത്ഥം മാറ്റിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കലിമക്ക് ആര് അർത്ഥം മാറ്റിയാലും തെറ്റാണ്, പക്ഷേ നൂരിഷ തങ്ങൾ അർത്ഥം മാറ്റിയെന്ന് ഞാൻ പറയുകയില്ല, മാറ്റുമെന്ന് എനിക്ക് അഭിപ്രായവുമില്ല, അദ്ദേഹം ഹഖാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്. പിന്നെയും 8ഓളം വ്യാജ ആരോപണങ്ങൾ വായിച്ചു. ഇതൊക്കെ കേട്ടപ്പോഴും കണ്ണിയത്ത് ഉസ്താദ് മറുപടി പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മറുപടി പറഞ്ഞത് എന്താണ്? നൂരിഷ തങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ നുണ പറഞ്ഞു, പാലാഴി ത്വരീഖത്തുകാർ ഇല്ലെന്ന്. ശുദ്ധ കളവാണത്. അവിടെ ഷെയ്ഖുനാക്ക് നൂറുൽ മഷായിഖിന് അവിടെ ഖാങ്കാവുണ്ട്, അവിടെ ത്വരീഖത്തുകാർ ധാരാളമുണ്ട്, അവിടെ ദിക്റിൻ്റെ ഹൽക്ക നടക്കുന്നുണ്ട്, അവിടെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തെ, അതൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയരുത്, ഉള്ളത് പറയണം, സത്യം പറയണം. അതാണ് പണ്ഡിതന്മാരുടെ ദൗത്യം. ഞാൻ എൻ്റെ സാധാരണക്കാരായ ആളുകളോട് പറയുന്നു, ബഹുമാനപ്പെട്ട അഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടൊരു പറയുന്നൊരു വാക്ക് ഞാൻ പറയുകയാണ്. അള്ളാഹുവിനോട് ബന്ധമില്ലാത്ത പണ്ഡിതന്മാരെ പിൻപറ്റി നീ വഞ്ചിതനാവരുത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരാരാണ്? അവർ ലാഹിറും ബാത്തിനും കരസ്ഥമാക്കിയവരാണ്, അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞവരാണ്, അവൻ്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിനെ ശരിക്ക് അറിഞ്ഞവരാണ്. അങ്ങനത്തെ ഔലിയാവിനോടാണ് നീ പിൻപറ്റേണ്ടത്. അതല്ലാതെ വെറും ലാഹിരിയായ മസ്അലകൾ മാത്രം പഠിച്ചു, നിസ്കാരത്തിൻ്റെ കർമ്മപരമായ എല്ലാ വിഷയങ്ങളും പഠിച്ചു, അതല്ലെങ്കിൽ കർമ്മപരമായ വിഷയത്തിൻ്റെ എല്ലാ മസ്അലകളും പഠിച്ചു, അതൊക്കെ ശരിക്കറിയാം, പക്ഷേ അള്ളാഹിനെ പറ്റി പരിചയമില്ല, അള്ളാഹുമായി ബന്ധമില്ല. അങ്ങനത്തെ പണ്ഡിതന്മാരോട് നീ പിൻപറ്റിക്കൊണ്ട് വഞ്ചിതരാവണ്ട എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ഒരു ഉപദേശം, ഹക്കായ കാര്യം സത്യം മാത്രം പറയുക, സത്യം മാത്രം ജീവിതത്തിൽ പകർത്തുക, സത്യത്തോടുകൂടെ ജീവിക്കുക. നമ്മുടെ ജീവിതം വളരെ കുറവാണ്.
ഇവിടുന്നൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചിലാവാം, നമുക്ക് പോകാനുള്ളത് എങ്ങോട്ടാണ്, അതൊന്ന് ചിന്തിച്ചുകൊണ്ട് ഉന്നതന്മാരായിരിക്കുന്ന ഔലിയാഇനെപ്പറ്റി, പ്രത്യേകിച്ച് നിഷ്കളങ്ക മനസ്സുള്ള, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ കണ്ണിയത്തുസ്താനെ പറ്റി നിഷ്കളങ്ക മനസ്സുള്ള വ്യക്തി എന്നൊക്കെ. അപ്പം ആ മഹാനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പച്ചക്കളവ് പറയാമെന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. അള്ളാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സർവ്വ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഉന്നതന്മാരായിരിക്കുന്ന ഔലിയാക്കളുള്ള സഹവാസവും അവരോടുള്ള ബന്ധവും നമുക്കും നമ്മുടെ പരമ്പരകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.